നാഷണലിസം ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് ഇയേഴ്സുമാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആവുന്ന ഇയേഴ്സാണ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ചാപ്റ്റർ എൻറ്റയർ നമ്മൾ നോക്കുകയാണെങ്കിലും എന്ത് തന്നെയാണ് ഗാന്ധി നടത്തിയുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് 1909 ഗാന്ധിജി ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി, ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി പബ്ലിഷ് ചെയ്യുന്നത് 1909 നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ ഗാന്ധിജി പറയുന്നുണ്ട്, അതായത് ഇന്ത്യൻസ് കോപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ബ്രിട്ടീഷേഴ്സിന് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇത്ര എക്സിസ്റ്റൻസ് ഉള്ളത്, അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിന് ഇവിടെ നിലനിന്ന് പോകാൻ പറ്റുന്നത്, അവർക്ക് ഇത്രയും ഡോമിനൻസ് അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. ഇന്ത്യൻസ് അവരോട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യും, ഇന്ത്യ വിട്ടുപോകും. ഒബ്വിയസ്ലി അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതായത് ഇന്ത്യൻസ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെൻ അവരുടെ ഫുഡ് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് ബ്രിട്ടീഷേഴ്സിൻ്റെ എന്താ പറയുക, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും പ്രോഡക്ട്സ് ആണെങ്കിലൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ഇവിടെ എന്തുള്ളത്, എക്സിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവരോട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അവർ ഇന്ത്യ വിട്ടു പോകും എന്നാണ് ആര് പറഞ്ഞത്, ഗാന്ധിജി പറഞ്ഞത്. അത് ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. 1909 ആണ് നമുക്കവിടെ ഫസ്റ്റ് വരുന്നത്. ദെൻ ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് 1915 ഓക്കെ, 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. ദെൻ ഇന്ത്യ മൊത്തം സഞ്ചരിക്കുകയും ഇന്ത്യയുടെ സിറ്റുവേഷൻ എന്താണ്, ബ്രിട്ടീഷ് റൂളിൽ ഇന്ത്യ എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാജിക് കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് റിയലൈസ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഒരു വർഷം മൊത്തം ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ട്രാവൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഗാന്ധിജിയുടെ ഫസ്റ്റ് അപ്രൈസിങ്സ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്നത് 1917-18 ടൈമിലാണ് നമുക്ക് കാണാൻ സാധിക്കും. 17 എന്ന് പറയുമ്പോൾ ചമ്പാരൻ മൂവ്മെൻ്റ് ആണ്. ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു വില്ലേജാണ് ചമ്പാരൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഇൻഡിഗോ ഫാമേഴ്സ് സഫർ ചെയ്ത് എക്സ്പ്ലോയിറ്റേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ആര് കണ്ടക്ട് ചെയ്യുന്നത്, ഗാന്ധിജി കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വിചാരിക്കും ഗാന്ധിജിക്ക് മുമ്പും ലീഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ഗാന്ധിജിയുടെ കാലഘട്ടത്തിലും ലീഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റ് ലീഡേഴ്സിനൊക്കെ കിട്ടിയതിനേക്കാളും ഒരു ആക്സെപ്റ്റൻസ് ആർക്ക് കിട്ടിയിട്ടുണ്ട്, ഗാന്ധിജിക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നൊരു സംശയമുണ്ടാവും. അത് നമുക്ക് ഫസ്റ്റ് മൂവ്മെൻറ്റിൽ തന്നെ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതായത് ഗാന്ധിജി നടത്തിയ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നോൺ വയലൻസ് മെത്തേഡിലൂടെയാണ്. അപ്പോൾ പീപ്പിൾസിന് എല്ലാ ആളുകൾക്കും അതിനോട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ചില ആളുകളെങ്കിലും, സ്ത്രീകൾ അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും എന്തിൽ നിന്നും മാറി നിൽക്കും, ഈ പറയുന്ന ആർമഡ് റബലിയൻ എന്നൊക്കെ മാറി നിൽക്കും. പക്ഷേ എല്ലാ കൈൻഡ് ഓഫ് പീപ്പിൾസും എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന നമുക്ക് കാണാൻ പറ്റും. കാരണം വലിയ റിസ്ക് അല്ലാത്ത ഒരു കൈൻഡ് ഓഫ് മെത്തേഡാണ് ഗാന്ധിജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ബ്രിട്ടീഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി ആയിട്ട് സപ്രസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അയാൾ എന്ത് ചെയ്യാം, ആ വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താണ്, അവരോട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക, അവരുടെ പ്രോഡക്ട്സ് നമ്മൾ വാങ്ങാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഫോഴ്സ്ഫുള്ളി ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബ്രിട്ടീഷേഴ്സിന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരും ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഗാന്ധിജിയുടെ ഏർലി മൂവ്മെൻറ്റ്സിൽ നമുക്ക് കാണാൻ വരുമ്പോൾ 1917 ചമ്പാരൻ ഉണ്ടാവുന്നത്. ചമ്പാരൻ സത്യാഗ്രഹ, ഇൻഡിഗോ ഫാമേഴ്സ് സഫർ ചെയ്തിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ എഗെയിൻസ്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഇയറിലാണ് എന്ത് വരുന്നത്, ഖേദ സത്യാഗ്രഹം വരുന്നത്. 1918 എന്ത് വരുന്നത്, ഖേദ സത്യാഗ്രഹം വരുന്നത്. ഖേദയിലും ഈ ഫാമേഴ്സിൻ്റെ സിറ്റുവേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഖേദയിൽ ഈ പറയുന്ന പോലെ തന്നെ ക്രോപ്പ് ഫെയിലിയർ, ക്ലൈമറ്റ് ചേഞ്ച് കാരണം ക്രോപ്പ് ഫെയിലിയർ ഒക്കെ ഉണ്ടായ സമയത്തും ടാക്സ് എന്തായാലും പേ ചെയ്യണം, ക്യാഷ് ആയി തന്നെ പേ ചെയ്യണം എന്നൊക്കെയുള്ള ബ്രിട്ടീഷേഴ്സിൻ്റെ ചില നിർബന്ധങ്ങൾ അവിടുത്തെ ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ടാക്സ് പേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നു. അപ്പോൾ ടാക്സ് പേ ചെയ്യാത്ത ആളുകളുടെ ലാൻഡ് സീസ് ചെയ്യുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ബ്രിട്ടീഷേഴ്സിൻ്റെ ഭാഗത്തുണ്ടാവുന്നു. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്യുന്നു, ഇതേപോലെയുള്ള ഒരു മെത്തേഡ് അവിടെയും അപ്ലൈ ചെയ്യുന്നു. ഗാന്ധിജി പറയുന്നു ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ഫൈനലി ബ്രിട്ടീഷേഴ്സിന് എന്ത് ചെയ്യേണ്ടി വരുന്നു, ഈ ഒരു മെത്തേഡ് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു. ദെൻ തേർഡ് വരുന്നതാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. ഒരു വേജ് എന്താ പറയുക ഹൈക്കിന് വേണ്ടി നടന്നിട്ടുള്ള ഫസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് അഹമ്മദാബാദിലെ കോട്ടൺ മിൽ വർക്കേഴ്സ് ഈ പറയുന്ന പോലെ തന്നെ പ്ലേഗ് സമയത്ത് അവർ സഫർ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, നമ്പർ ഓഫ് മിൽ വർക്കേഴ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചു പോകുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം മില്ലിൽ ആളുകൾ വർക്ക് ചെയ്യാൻ വില്ലിങ് ആവാത്ത സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബോണസ് നൽകാം, വേജ് കൂടുതൽ നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, മില്ലിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം അവർ കൊടുത്ത എല്ലാ പ്രോമിസും വയലേറ്റ് ചെയ്യുകയും അവരെ ഫോഴ്സ്ഫുള്ളി വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിനെതിരെയാണ് 1918 ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 1917 നടന്നിട്ടുള്ളത് ബീഹാറിലും 1918 നടന്നിട്ടുള്ള ഖേദയാണെങ്കിലും അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് ആണെങ്കിലും ഗുജറാത്തിലുമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഗാന്ധിജിയുടെ ഒരു സെറ്റ് ഓഫ് മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. പിന്നെ 1918-19 പീരീഡ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ തന്നെ ഫുഡ് സ്കേഴ്സിറ്റി വരുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മറ്റ് ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ, യെസ്, നമ്മുടെ എന്താ പറയുക വേൾഡിലെ സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് ആലോചിക്കാം. 1918 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ ഒരു സമയമാണ്.
വാറുമാണ്. ഫസ്റ്റ് വേൾഡ് വാറിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻസിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ വില്ലേജ് ഏരിയാസിൽ നിന്നും ഫോഴ്സ്ഫുള്ളി കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വളണ്ടറി വർക്കിനൊക്കെ അവർ റിക്രൂട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വില്ലേജ് ഏരിയാസിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ആളുകളൊക്കെ അങ്ങോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് ഫുഡ് സ്കേസിറ്റി പോലുള്ള പ്രോബ്ലംസ് എവിടെ ഉണ്ടാവുന്നു? ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഉണ്ടാവുന്നു. കൂടാതെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ടാക്സും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തതും എന്തിന് കാരണമായിട്ടുണ്ട്? ഇവിടെയുള്ള ഇക്കണോമിക് ക്രൈസിസിന് കാരണമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടൈം എന്ന് പറയുന്നത് 1918-19 പീരീഡ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ 1919 ആണ് റൗലറ്റ് ആക്ട്. ദിസ് ഇസ് ഓൾസോ നോൺ ആസ് ബ്ലാക്ക് ആക്ട്. ഓക്കെ, റൗലറ്റ് ആക്ട് ബ്ലാക്ക് ആക്ട് എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട്. സർ സിഡ്നി റൗലറ്റ് ആണ് ഈ പറയുന്ന റൗലറ്റ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. റൗലറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ ഏതൊരു ഇന്ത്യൻ പേഴ്സൺസിനെയും വിതൗട്ട് ട്രയൽ 3 ഇയേഴ്സോളം എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലെ തന്നെ പ്രിസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ആക്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അതായത് ആരൊക്കെയാണോ ബ്രിട്ടീഷേഴ്സിനെ അഗെയിൻസ്റ്റ് റെസിസ്റ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണോ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബ്രിട്ടീഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരാരാണ്? ക്രിമിനൽസ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഭീകരവാദികളാണ്. പക്ഷേ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരാരാണ്? നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്, അല്ലേ? അപ്പോൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് റിഡ്യൂസ് ചെയ്യാനും സപ്രസ് ചെയ്യാനും വേണ്ടി ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണത് ഈ പറയുന്ന റൗലറ്റ് ആക്ട്. അതുകൊണ്ട് തന്നെയാണ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് റെസിസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക സപ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്? സിവിൽ റൈറ്റ്സ് അവിടെ ഡിനൈ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലാക്ക് ആക്ട് എന്ന് ഈ ഒരു ആക്ടിനെ പറയുന്നത്. ഈ ഒരു ആക്ടിന് ഏറ്റവും പ്രധാനമായിട്ടും മക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു ആക്ടിനെ കുറിച്ച് അറിയുന്നത് ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റോട് കൂടിയാണ്. അതായത് ഈ ഒരു ആക്ടിനെ റെസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ആക്ടിനോടുള്ള റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ് എന്ത് നടക്കുന്നത്? ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ് നടക്കുന്നത്. നമ്പർ ഓഫ് ഇന്ത്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇൻസിഡൻറ്റിലൂടെ കില്ല് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത വർഷം അത് തന്നെയാണ് 1919 13th ഏപ്രിലാണ് ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ് നടക്കുന്നത്. ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പീസ്ഫുൾ ആയിട്ടായിരുന്നു അവിടെ ആളുകൾ എന്ത് ചെയ്തിരുന്നത്? സമരം ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ എല്ലാ ആളുകളും എന്തിൽ പങ്കെടുത്ത ആളുകളല്ല, ഈ ഒരു സമരത്തിൽ പങ്കെടുത്ത ആളുകളല്ല എന്നുള്ളതാണ് മറ്റൊരു വശം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫെയറിൽ പങ്കെടുത്തിരുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ അവിടെ എന്താ പറയുക ഒത്തുകൂടിയ ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മാർഷൽ ലോ എന്ത് ചെയ്തിട്ടുണ്ട്? ഇമ്പോസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ആളുകൾ ഒത്തുകൂടാൻ എന്ത് ചെയ്തിരുന്നില്ല? അനുവദിച്ചിരുന്നില്ല എന്ന റിയാലിറ്റി സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ ക്യാപ്റ്റൻ ജനറൽ ഡയർ എന്ത് ചെയ്യാണ്? എല്ലാ ആളുകൾക്കെതിരെ വെടിയുതിർക്കാൻ ഡിക്ലെയർ ചെയ്യുകയും നമ്പർ ഓഫ് ഇന്ത്യൻസ് വെ കിൽഡ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഗാന്ധിജി പറയുന്നുണ്ട് ബാറ്റിൽ ഓഫ് പ്ലാസിയാണ് ബ്രിട്ടീഷേഴ്സിന് ഇത്രത്തോളം ഇവിടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചതെങ്കിൽ ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റോട് കൂടി ഇന്ത്യൻസ് എന്ത് റിയലൈസ് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷേഴ്സ് എത്രത്തോളം ഇന്ത്യൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്ന് റിയലൈസ് ചെയ്യുകയും ബ്രിട്ടീഷേഴ്സിൻ്റെ പവർ പോകാൻ എന്ത് കാരണമാവും? ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ് കാരണമാവും എന്ന് ഗാന്ധിജി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത വർഷം വരുന്നത് 1919 തന്നെയാണ് ഖിലാഫത്ത് കമ്മിറ്റി ഫോം ചെയ്യപ്പെടാണ്. ഖിലാഫത്ത് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ആവുന്ന ഒരു കാര്യമാണ്. അതായത് ഖലീഫ്സിന് ഈ പറയുന്ന പോലെ തന്നെ ഓട്ടോമാൻ റൂളേഴ്സിന് അവരുടെ റൂൾ നഷ്ടപ്പെടാൻ കാരണം ബ്രിട്ടീഷേഴ്സ് ഈ വാറിൽ ഫസ്റ്റ് വേൾഡ് വാറിൽ അവർ ആ ഒരു റീജിയൻ കോൺഗോ ചെയ്തുകൊണ്ടാണ്, ബാൾക്കൻ റീജിയൻ കോൺഗോ ചെയ്തുകൊണ്ടാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും ഖിലാഫത്ത് കമ്മിറ്റീസ് ഫോം ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഗാന്ധിജി ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. അതായത് ഇന്ത്യയിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഫ്രീഡം മൂവ്മെൻറ്റ് വീക്കാണുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പീപ്പിൾസ് സ്പ്ലിറ്റായി കിടക്കുകയാണ്. റിലീജിയസ് ബേസിലൊന്നും അവർക്കിടയിൽ എന്തില്ല? ഒരു യൂണിറ്റി ഇല്ല. അപ്പോൾ ഈ യൂണിറ്റി മേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണത് ഈ ഖിലാഫത്ത് കമ്മിറ്റിയെ എന്തുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്, ഇന്ത്യയിലെ നാഷണൽ മൂവ്മെൻറ്റുമായി ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഗാന്ധിജിയും ഖിലാഫത്ത് ലീഡേഴ്സും കൂടി ഇന്ത്യ ഉടനീളം എന്ത് ചെയ്യുന്നുണ്ട്? യാത്ര ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നടക്കുന്നത് 1920 പീരീഡാണ് നമുക്ക് കാണാൻ സാധിക്കും. ഗാന്ധിജിയും ഷൗക്കത്ത് അലി എന്ന് പറയുമ്പോൾ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ലീഡറാണ് ഷൗക്കത്ത് അലി. ഖിലാഫത്ത് കമ്മിറ്റിയുടെ ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് ഓർമ്മിച്ച് നോക്കണം. അതും എക്സാമിന് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ വരും. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയാണ്. ദേ ആർ ഓൾസോ നോൺ ആസ് അലി ബ്രദേഴ്സ്. ഓക്കെ, അപ്പോൾ ഷൗക്കത്ത് അലിയും ഗാന്ധിജി ചേർന്ന് ഇന്ത്യയിലുടനീളം നുക്ക് ആൻഡ് കോർണേഴ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ട് എന്താണ് ഈ പറയുന്ന ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതും, നമ്മൾ യൂണിറ്റിയോട് കൂടി നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഓപ്പോസിഷൻ പവേഴ്സിന് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നടക്കുന്നത് 1920 പീരീഡാണ്. 1920 നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ പറയുന്നത് 1921 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു കൈൻഡ് ഓഫ് പ്രോഡക്ട്സോ ഒരു കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇനി ഉപയോഗിക്കില്ല, നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുകയാണ്, ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലൂടെ അവരോട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക, അവരോട് സഹകരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് 1921 എന്ത് ചെയ്യുന്നത്? സ്വരാജ് എന്ന് പറയുന്ന ഫ്ലാഗ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ഡിസൈൻ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 1922 ഫെബ്രുവരിയിൽ ഗാന്ധിജി നോൺ കോപ്പറേഷൻ
കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തലാക്കുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് ഒരു ചെറിയ സംശയം വരും, ഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തലാക്കിയപ്പോൾ പല ആളുകളും ഗാന്ധിജിയെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഏറ്റവും എന്താ പറയുക ഒരു നാഷണൽ കലാമിറ്റി ആയിട്ടാണ് ഈ പറയുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തലാക്കിയ ഗാന്ധിജിയുടെ ഈ ഒരു തീരുമാനത്തെ പല പ്രമുഖ കോൺഗ്രസ് ലീഡേഴ്സും അഡ്രസ്സ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് പീപ്പിൾസ് എല്ലാ അർത്ഥത്തിലും ഒരു മൂവ്മെൻറ്റിന് റെഡി ആയിരിക്കുമ്പോഴാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്, മതി നിർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തലാക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ചൗരി ചൗര, ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഒരു വില്ലേജിൽ അവിടുത്തെ പീസ്ഫുൾ ആയിട്ട് ഡെമോൺസ്ട്രേഷൻ കണ്ടക്ട് ചെയ്തിരുന്ന ഫാമേഴ്സിനെ പോലീസ് അറ്റാക്ക് ചെയ്യുകയും അതിൽ എന്താ പറയുക ഭയങ്കരത്തിൽ ആംഗ്രി ആയിട്ടുള്ള ഫാമേഴ്സ് എന്ത് ചെയ്യാണ് പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യുകയും 22 പോലീസുകാർ അതിൽ കിൽ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി ഗാന്ധിജി എന്ത് റിയലൈസ് ചെയ്യാണ്, ഗാന്ധിജിയുടെ ഐഡിയ എന്ന് പറയുന്നത് നോൺ വയലൻസ് ആണ്, സത്യാഗ്രഹയാണ്. പക്ഷേ ഫോളോവേഴ്സ് എന്ത് ചെയ്തിട്ടില്ല, ഇത് കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞോടുകൂടി ഗാന്ധിജി പറയാണ്, ഇനി നമുക്ക് തൽക്കാലം ഇത് എന്താണ്, എൻ്റെ ആശയം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇനി ഞാനൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഗാന്ധിജി എന്ത് ചെയ്യാണ് ഡിക്ലെയർ ചെയ്യാണ്. അതോടുകൂടി ഗാന്ധിജി എന്ത് നിർത്തലാക്കാണ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തലാക്കാണ്. 1922 ആണ് വർഷം എന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് 1924 ഗാന്ധിയൻ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് പാർട്സിൽ എന്ത് നടന്നിട്ടുണ്ട്, മൂവ്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഈ പറയുന്ന തെലുങ്ക് ലീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ട്രൈബൽ ലീഡറായിട്ടുള്ള രാം രാജു എന്ന് പറയുന്ന അവരുടെ ഒരു ഫോക്ക് ഹീറോ ആയിട്ടൊക്കെ കൺസിഡർ ചെയ്തിരുന്ന ഒരു ട്രൈബൽ ലീഡറായിരുന്നു രാം രാജു. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സിനെ പോലീസ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്രസ് ചെയ്യുകയും അദ്ദേഹത്തെ ക്യാപ്ചർ ചെയ്യുകയും കില്ല് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1924 നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 1926-30 പീരീഡ് ഇന്ത്യയിൽ വലിയ രീതിയിൽ തന്നെ അഗ്രികൾച്ചർ പ്രോഡക്ട്സിനൊക്കെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫാൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതോടുകൂടി ഫാമേഴ്സ് കൂടുതൽ കടക്കണിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ വർഷങ്ങൾ നോക്കുക 1926-30 ആട്ടോ. ഓക്കെ, ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിലുള്ള ഇക്കണോമിക് ക്രൈസിസ് ആര് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഇന്ത്യ ഫേസ് ചെയ്യുന്നതിന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 1928 സൈമൺ കമ്മീഷൻ എങ്ങോട്ടേക്ക് വരുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കാനും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ റിഫോംസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്, കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷേ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മനസ്സിലാക്കാനും ഇന്ത്യക്ക് വേണ്ടി ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഫോം ചെയ്യാൻ വരുന്ന ഈ ഒരു കമ്മീഷനിൽ ആരില്ല, ഒരു ഇന്ത്യൻ മെമ്പേഴ്സും ഇല്ല എന്ന് റിയലൈസ് ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ പാർട്ടീസും ഇൻക്ലൂഡഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള എല്ലാ ഇന്ത്യൻ പാർട്ടീസും സൈമൺ കമ്മീഷനെ എന്ത് ചെയ്യുക, അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. സൈമൺ ഗോ ബാക്ക് എന്ന ഒരു സ്ലോഗൻ മുഴക്കിക്കൊണ്ടാണ് സൈമൺ കമ്മീഷൻ്റെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് സൈമൺ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ വരവേൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. സൈമൺ ഇങ്ങോട്ട് വരേണ്ട കാരണം എന്താണ്, ഇതിൽ എന്തില്ല, ഇന്ത്യൻ മെമ്പേഴ്സ് ഇല്ലാത്ത ഒരു കമ്മീഷൻ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചേഴ്സ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും ഡിസിഷൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വർഷം 1928 ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ വർഷം തന്നെയാണ് ഓൾ പാർട്ടി കോൺഫറൻസും നടക്കുന്നത്. ദെൻ ലോർഡ് ഇർവിൻ ഓഫേർഡ് ഡൊമിനിയൻ സ്റ്റാറ്റസ്. 1929 ഒക്ടോബറിലാണ് ലോർഡ് ഇർവിൻ എന്ത് ഓഫർ ചെയ്യുന്നത്, ഡൊമിനിയൻ സ്റ്റാറ്റസ്. കംപ്ലീറ്റ് ആയിട്ടും ഫ്രീഡം അല്ല, പക്ഷേ ഇന്ത്യൻസിന് എന്ത് കിട്ടും, അഡ്മിനിസ്ട്രേഷനിലും കാര്യങ്ങളിലൊക്കെ ഇന്ത്യൻസിന് പവേഴ്സ് കിട്ടും. ഒരു പാർഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രീഡമാണ് അതിലൂടെ എന്ത് ചെയ്യുന്നത്, ഒരു എന്താ പറയുക ഈ പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീഡം അല്ല അതിലൂടെ എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യൻസിൻ്റെ ഡിമാൻഡ് എന്താണ്, കംപ്ലീറ്റ് ഫ്രീഡമാണ്. അല്ലാതെ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനല്ല നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻസ് എന്ത് ഡിമാൻഡ് ചെയ്യാണ്, പൂർണ്ണ സ്വരാജ് ഡിമാൻഡ് ചെയ്യാണ്. അതേ വർഷം തന്നെ ഒക്ടോബറിലാണ് ഡൊമിനിയൻ സ്റ്റാറ്റസ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതേ വർഷം തന്നെ ഡിസംബറിൽ 1929 ഡിസംബറിലാണ് ഇന്ത്യൻസ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നത്, പൂർണ്ണ സ്വരാജ്, ദ കംപ്ലീറ്റ് ഫ്രീഡം എന്നൊരു ഡിമാൻഡ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻസ് മുമ്പോട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 1930 ജാനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ എന്താ പറയുക റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ജാനുവരി 26 അല്ലേ. ഇത് 1930 ജാനുവരി 26 ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് എന്ത് ചെയ്തിരുന്നു, നമ്മുടെ നാഷണൽ ലീഡേഴ്സ് എന്ത് ചെയ്തിരുന്നു, ഡിക്ലെയർ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കുറേ അധികം വർഷങ്ങൾ കഴിഞ്ഞു, 17 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളതെങ്കിലും അതിന് മുമ്പ് തന്നെ നമ്മുടെ ലീഡേഴ്സ് എന്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, 1930 ജാനുവരി 26 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം ഇത്രയേ ഉള്ളൂ, ബ്രിട്ടീഷേഴ്സ് ഫൈനലി തിരിച്ചറിഞ്ഞു ഇന്ത്യൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ഇന്ത്യൻസിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ ഇവർക്ക് എന്ത് തന്നത്, ഡൊമിനിയൻ സ്റ്റാറ്റസ് തന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഫ്രീഡം വേണം എന്ന ഡിമാൻഡോട് കൂടിയാണ് എന്ത് ഡിക്ലെയർ ചെയ്യുന്നത്, ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. വർഷം മക്കൾ ആലോചിച്ച് നോക്കുക, 1930 ജാനുവരി 26 എന്തായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്, ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാൾട്ട് സത്യാഗ്രഹ, സിവിൽ ഡിസോബിഡിയൻ മൂവ്മെൻറ്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ആയിരുന്നു ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്, ഉപ്പ് നികുതി എടുത്തു കളയുക എന്നുള്ളത്.
പല ആളുകളും ഗാന്ധിജിയെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ഒരു വലിയ മാസ് മൂവ്മെൻറ്റിൽ എന്തുകൊണ്ടാണ് സാൾട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞത് എല്ലാ കൈൻഡ് ഓഫ് പീപ്പിൾസിനും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ലോഗനാണ് ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ് എന്നുള്ളതാണ്. സാൾട്ട് ടാക്സ് ലിഫ്റ്റ് ചെയ്യാം എന്ന് മാത്രമല്ല, ഈ ഒരു സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻറ്റ് ഭാഗമായിട്ട് ഗാന്ധിജി മുമ്പോട്ട് വെച്ചിട്ടുള്ളത് കുറേ അധികം ഡിമാൻഡുകൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ് എന്നുള്ളതായിരുന്നു. ഈ സാൾട്ട് സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത് 6 ഏപ്രിൽ 1930 ആണ് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ 1930 തന്നെ മറ്റൊരു ഇവൻ്റ് നടക്കുന്നത്, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പൊസിഷൻ മുഹമ്മദ് ഇക്ബാൽ എന്ത് ചെയ്യുന്നുണ്ട്, രാജിവെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതും 1930 തന്നെയാണ്. ദെൻ 5 മാർച്ച് 1931 ഗാന്ധി ഇർവിൻ പാക്ട് ഉണ്ടാവുന്നത്. ബിറ്റ്വീൻ ഗാന്ധിജിയും ഇർവിനും തമ്മിലുണ്ടാവുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് ഗാന്ധി ഇർവിൻ പാക്ട് എന്നറിയപ്പെടുന്നത്. 1931 നമുക്ക് കാണാൻ പറ്റൂ, 5 മാർച്ചിലാണ്. ദെൻ ഡിസംബർ 1931 പൊളിറ്റിക്കൽ ലീഡേഴ്സ് റിലീസ്ഡ് ഫ്രം ജയിൽ. ഈ പറയുന്ന സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻറ്റ് ഭാഗമായിട്ട് പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിസൈൻ ചെയ്തിരുന്നു. അവിടെ നിന്ന് അവർ റിലീസ് ചെയ്യുന്നത് 1931 നമുക്ക് കാണാൻ സാധിക്കും. ദെൻ അടുത്ത വർഷം എന്ന് പറയുന്നത് പൂന പാക്ട് ആണ്. പൂന പാക്ട് 1932 ഓക്കെ, സെപ്റ്റംബറിലാണ് പൂന പാക്ട് ഉള്ളത്. ദെൻ നമുക്ക് അടുത്ത വർഷം എന്ന് പറയുന്നത് കുറേ അധികം റെയിൽവേ വർക്കേഴ്സ് ഒക്കെ സ്ട്രൈക്ക് നടത്തുന്നുണ്ട്. 1932 വരെയുള്ള പീരീഡാണ്. ഓക്കെ, 2 വർഷത്തോളം ആ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ലാസ്റ്റ് ഇവൻറ്റിലേക്ക് വരുമ്പോൾ 1934 സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻറ്റ് ഗാന്ധി സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ആദ്യം ഉണ്ടാകുന്ന ഒരു മൊമെൻറ്റം തിരിച്ചു പിടിക്കാൻ ആർക്ക് സാധിക്കുന്നില്ല, ഗാന്ധിജിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻറ്റ് അതിൻ്റെ മൊമെൻറ്റം ലോസ് ചെയ്യുന്നത് 1934 നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ അംഗീകരിക്കുന്നത് 1942 ജൂലൈയിലാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് ഇയേഴ്സാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലെല്ലാ ഇവൻറ്റും ഓൾമോസ്റ്റ് എല്ലാ ഇവൻറ്റും ആരുമായിട്ട് കണക്റ്റഡ് ആണ്, ഗാന്ധിജിയുമായിട്ട് കണക്റ്റഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഗാന്ധിജിയുടെ ഏർലി മൂവ്മെൻറ്റ് മുതൽ ഫൈനൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വരെയുള്ള ഇയേഴ്സ് മൊത്തം എവിടെ പഠിക്കാനുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റാക്കി വെക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് വരാം. താങ്ക് യു ഓൾ, ബൈ.